സ്വാഗതം ഒരിക്കൽ കൂടി അങ്കത്തട്ടിലേക്ക് സ്വാഗതം. ഇന്ന് അങ്കത്തട്ടിൽ വ്യത്യസ്തമായ കാഴ്ചകൾ കാണാം. രാഹുൽ ഗാന്ധിയുടെ പ്രചാരണം, ഒപ്പം മോദിക്ക് ഉള്ള മറുപടി, അത് മുഖ്യമന്ത്രി പിണറായി വിജയൻ നൽകുന്ന മറുപടി, അങ്ങനെ സംഭവ ബഹുലമാണ് അങ്കത്തട്ട്. മറ്റൊരു കാര്യം, 10 ദിവസം കൂടി മാത്രമേ ഉള്ളൂ വോട്ടെടുപ്പിലേക്ക് നീങ്ങാൻ. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം കൊഴുക്കും. ആവേശത്തിന്റെ ഉച്ചസ്ഥായിയിൽ എത്തിക്കാനായിരിക്കും പാർട്ടികളും സ്ഥാനാർത്ഥികളും ശ്രമിക്കുക. അങ്കത്തട്ടിലേക്ക് വീണ്ടും സ്വാഗതം. സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾ എത്രമാത്രം മുന്നോട്ട് പോയിട്ടുണ്ട് എന്നറിയാം. ആദ്യം നോക്കാം വോട്ട് ചിത്രം. വോട്ട് ചിത്രം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് എല്ലാ ആഭരണങ്ങളും ഇപ്പോൾ പണിക്കൂലിയില്ലാതെ വാങ്ങാം. അൽ മുഗ്ദാദർ ജുവലേഴ്സ്. രാഹുൽ ഗാന്ധി അങ്ങനെ കേരളത്തിൽ കളം പിടിക്കുന്നതാണ് കാണാൻ കഴിഞ്ഞത്. കൊടിയത്തൂരിലാണ് അദ്ദേഹം എത്തിയത്. കൊടിയത്തൂരിനെ ഇളക്കി മറിക്കുകയായിരുന്നു അക്ഷരാർത്ഥത്തിൽ രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ രാഹുൽ മലയാളത്തിൽ പരിഹസിക്കുകയും ചെയ്തു. മലയാളത്തിൽ പറയുന്ന കൊള്ളയടിയുടെ മറ്റൊരു പേരാണ് മോദിയുടെ ഇലക്ട്രൽ ബോണ്ട് എന്നാണ് രാഹുൽ ഗാന്ധി കുറ്റപ്പെടുത്തിയത്. ഇന്ന് രാവിലെ 11 മണി കഴിഞ്ഞായിരുന്നു നഗരവീഥികൾ മാറ്റി നിർത്തി ഗ്രാമീണ മേഖലയായ കൊടിയത്തൂരിന്റെ മണ്ണിലേക്ക് രാഹുൽ ഗാന്ധി റോഡ് ഷോയുമായി എത്തിയത്. റോഡ് ഷോ തുടങ്ങിയ തെയ്യത്തുംകടവ് പാലത്തിൽ രാഹുൽ എത്തുമ്പോഴേക്കും പരിസരം ജനസഞ്ചയത്താൽ നിറഞ്ഞിരുന്നു. ഗ്രാമീണ വീഥിയിലൂടെ മുന്നോട്ട് നീങ്ങിയ റോഡ് ഷോയിൽ കുട്ടികൾ മുതൽ വയോധികർ വരെ അണിനിരന്നു. കടുത്ത വേനൽ ചൂടിനെ വെല്ലുന്ന ആവേശമായിരുന്നു പ്രവർത്തകരുടെ മനസ്സിൽ നിറഞ്ഞിരുന്നത്. പ്രവർത്തകർ രാഹുലിന് മുദ്രാവാക്യം വിളിച്ച് റോഡ് ഷോയിൽ അദ്ദേഹത്തെ അനുഗമിച്ചു. 1 കിലോമീറ്റർ അകലെ കൊടിയത്തൂർ പട്ടണത്തിൽ റോഡ് ഷോ എത്തുമ്പോഴേക്കും കാലുകുത്താനിടമില്ലാത്ത വിധം വീഥികൾ നിറഞ്ഞിരുന്നു. പ്രവർത്തകരെ നിയന്ത്രിക്കാൻ പോലീസും നേതാക്കളും നന്നെ പാടുപെട്ടു. നരേന്ദ്രമോദിയെ രൂക്ഷമായി വിമർശിച്ചായിരുന്നു രാഹുലിന്റെ പ്രസംഗം. Electoral bond scheme through which BJP has got thousands of crores of rupees by extorting them from India's businessmen. How do you say extortion? Extortion? No, in Malayali, how do you say it? Kollayadikal, kollayadikal, kollayadikal. Kollayadikal. In Malayalam you say kollayadikal. Modi calls it electoral bonds. ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ വയനാടിന് മെഡിക്കൽ കോളേജ് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കും. രാത്രിയാത്രാ ദുരിതവും വന്യജീവി ശല്യവും ശാശ്വതമായി പരിഹരിക്കുമെന്നും രാഹുൽ ഗാന്ധി ഉറപ്പു നൽകി. There is the night traffic ban issue, there is the human-animal conflict issue, and there is the medical college issue. Anyway, on all these 3 issues, I am fully committed to make sure that they happen. Then when the UDF government comes in power in Kerala, which it will soon, we will do it. രാഹുൽ ഗാന്ധി എത്തുന്നതിനു മുൻപ് തെലങ്കാന മന്ത്രി ധൻസാരി അനസൂയ സീതക്കയും പ്രവർത്തകർക്ക് ആവേശം പകർന്ന് കൊടിയത്തൂരിലെത്തിയിരുന്നു. റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്. ഇനി നമുക്ക് തിരുവനന്തപുരത്തേക്ക് പോകാം. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി ശശി തരൂരിന്റെ പ്രചാരണമാണ് കാണാൻ പോകുന്നത്. അദ്ദേഹത്തിനായി പ്രമുഖ വ്യക്തികളൊക്കെ പ്രചാരണ രംഗത്തേക്ക് സജീവമാകുന്നുണ്ട്. കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ, അദ്ദേഹം കേരളത്തിലും ഒട്ടേറെ ആരാധകരുള്ള ഒരു വ്യക്തിത്വമാണ്. ഏറെ പേർ അദ്ദേഹത്തെ കേരളത്തിലേക്ക് വരാൻ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ ഫലമായിട്ടാണ് അദ്ദേഹം കേരളത്തിൽ പ്രചാരണത്തിന് എത്തിയത്. തിരുവനന്തപുരത്ത് അദ്ദേഹം ശശി തരൂരിന്റെ പ്രചാരണത്തിന് വേണ്ടി എത്തി. തരൂരിന് വോട്ട് അഭ്യർത്ഥിച്ച് അദ്ദേഹം റോഡ് ഷോയിലും പങ്കെടുത്തു എന്നുള്ളതാണ്. BJP സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരനെതിരെ രൂക്ഷ വിമർശനങ്ങളാണ് ശിവകുമാർ ഉന്നയിച്ചത്. തെരഞ്ഞെടുപ്പിന് ഇനി 10 ദിവസങ്ങൾ മാത്രം ശേഷിക്കുമ്പോൾ ദേശീയ നേതാക്കളെ മുൻനിർത്തി വോട്ട് അഭ്യർത്ഥിക്കുകയാണ് സ്ഥാനാർത്ഥികൾ. അതിന്റെ ഭാഗമായാണ് കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാറിനെ മുൻനിർത്തി കോൺഗ്രസ് വോട്ടപേക്ഷിച്ചത്. തിരുവനന്തപുരത്തെത്തിയ കർണാടക ഉപമുഖ്യമന്ത്രി BJP സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരനെതിരെ രൂക്ഷ വിമർശനമാണ് ഉന്നയിച്ചത്. One thing I would like to tell, Kerala people are known for their honesty and integrity and loyalty. What you have contributed to Kerala has to be shown. As IT Minister, if you are not able to give employment, create an employment for your Kerala, I think you don't have any place here. Please let us know to the people of Kerala
about your contribution. One thing I would like to tell you, without any contribution, Kerala, you will not have right to ask any votes for you. പിന്നാലെ ശശി തരൂരിന് വോട്ട് അഭ്യർത്ഥിച്ച് റോഡ് ഷോയിലും പങ്കെടുത്തു. DK ശിവകുമാറിനൊപ്പം മറ്റ് UDF നേതാക്കളും പ്രചാരണ പരിപാടിയിൽ പങ്കെടുത്തു. പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, VS ശിവകുമാർ, ശരത് ചന്ദ്ര പ്രസാദ്, DCC പ്രസിഡന്റ് പാലോട് രവി തുടങ്ങിയവരാണ് പരിപാടിയിൽ പങ്കെടുത്തത്. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം. എന്തായാലും തെരഞ്ഞെടുപ്പിന് പ്രഖ്യാപനത്തിനൊക്കെ മുമ്പേ തുടങ്ങിയതാണ് പ്രധാനമന്ത്രിയും അതുപോലെ പിണറായി വിജയനും തമ്മിലുള്ള ഏറ്റുമുട്ടൽ. കരുവന്നൂർ വിഷയത്തിൽ ആണ് ഈ ഒരു ഏറ്റുമുട്ടൽ നടന്നത്. കേന്ദ്രവുമായുള്ള ഏറ്റുമുട്ടൽ നേരിട്ട് പിണറായിയും മോദിയും എന്ന കാര്യത്തിലേക്ക് എത്തി നിൽക്കുന്നു. പ്രത്യേകിച്ച് കരുവന്നൂരിൽ സഹകരണ മേഖലയോട് BJPക്ക് വിരോധമെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. കരുവന്നൂർ വിഷയത്തിൽ കേരളത്തെ തകർക്കുകയാണ് BJPയുടെ ലക്ഷ്യമെന്നും അദ്ദേഹം തൃശൂരിൽ ആരോപിച്ചു. കേരളത്തിലെ സഹകരണ മേഖല പ്രവർത്തിക്കുന്നത് നല്ല നിലയിലാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. തെറ്റായ വഴി സ്വീകരിച്ചവർക്കെതിരെ ഒരു വിട്ടുവീഴ്ചയുമില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഇതേവരെയുള്ള അനുഭവം എടുത്ത് പരിശോധിച്ചാൽ നല്ല നിലയിലാണ് സഹകരണ മേഖലയെ സംരക്ഷിച്ചു പോന്നിട്ടുള്ളത്. ആ വഴിതെറ്റിയ നിലപാട് സ്വീകരിക്കുന്നവരോട് ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും വകുപ്പിന്റെ ഭാഗത്തു നിന്നോ സർക്കാരിന്റെ ഭാഗത്തു നിന്നോ ഉണ്ടാകാറില്ല. എല്ലാ ഘട്ടത്തും എല്ലാ കാലത്തും അത്തരം വഴി തെറ്റിപ്പോകുന്നവർക്കെതിരെയുള്ള കടുത്ത നടപടിയിലേക്ക് വകുപ്പ് കടന്നിട്ടുണ്ട് എന്ന് കാണാൻ കഴിയും. കടമെടുപ്പ് വിഷയത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞത് വാസ്തവ വിരുദ്ധമാണ്. കേരളത്തിന്റെ നിലപാട് സുപ്രീം കോടതി അംഗീകരിച്ചുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. തൃശൂരിലെ CPMന്റെ അക്കൗണ്ട് മരവിപ്പിച്ചത് സുരേഷ് ഗോപിയെ രക്ഷിക്കാനാണെങ്കിൽ അത് നടക്കില്ല. പാർട്ടി ആദായനികുതി ഫയൽ ചെയ്യുന്നില്ല എന്നുള്ളത് ശുദ്ധ അസംബന്ധമാണ്. കൃത്യമായി ആദായനികുതി വകുപ്പിന് രേഖകൾ നൽകുന്നത് CPM ആണെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. ഇൻകം ടാക്സുകാർ തന്നെ നേരത്തെ ഏറ്റവും നല്ല രീതിയിൽ റെക്കോർഡുകൾ തരുന്നതും റിപ്പോർട്ടുകൾ നൽകുന്നതും CPIM ആണ് എന്നപ്പോൾ രാഷ്ട്രീയ പാർട്ടിയാണ് എന്ന് അവർ തന്നെ വ്യക്തമാക്കിയിട്ടതാണ്. പാർട്ടി ജനറൽ സെക്രട്ടറി ഇവിടെ തൃശ്ശൂർ ജില്ലാ കമ്മിറ്റിയുടെ കാര്യം ഉന്നയിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷണർ കത്തയച്ചപ്പോൾ ആ ഭാഗം പ്രത്യേകമായി പറഞ്ഞിട്ടുണ്ട്. BJP CPM നീക്കുപോക്കുന്ന കോൺഗ്രസ് വാദം അസംബന്ധമാണ്. അത്തരത്തിൽ രാഷ്ട്രീയ ചെറ്റത്തരം കാണിക്കുന്ന പാർട്ടിയല്ല CPM എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കേരള വിഷൻ ന്യൂസ്, തൃശൂർ. അങ്ങനെ വാദപ്രതിവാദങ്ങൾ കൊഴുക്കുമ്പോൾ വോട്ടെടുപ്പ് ദിനം ഇങ്ങ് അടുത്തെത്തുകയാണ്. തെരഞ്ഞെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. കൃത്യം പറഞ്ഞാൽ 10 ദിവസം. ഈ 10 ദിവസം ഇനി ബാക്കിയുള്ളപ്പോൾ എന്തൊക്കെ വിഷയങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്തേക്ക് കടന്നു വരും എന്നൊന്നും നമുക്ക് ഇപ്പോൾ പറയാൻ കഴിയില്ല. ഓരോ ദിവസവും മാറി മാറി ഓരോ വിഷയങ്ങൾ വരികയാണ്. അതിനിടയിൽ പൗരത്വ നിയമ ഭേദഗതി ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ സ്ഥിരമായി നിലനിൽക്കുന്നു. കേരളത്തെ സംബന്ധിച്ച് കരുവന്നൂർ വിഷയമൊക്കെ രാഷ്ട്രീയ പാർട്ടികൾ കോൺഗ്രസും BJPയും ഒക്കെ ആയുധമാക്കുന്നു. എന്തായാലും സ്വർണ്ണക്കടത്ത് മുതൽ ED അന്വേഷണം വരെ രാഷ്ട്രീയ ചർച്ചയായി ഈ കാലയളവിൽ മാറുകയാണ്. കേരളത്തിലെത്തുന്ന പ്രധാനമന്ത്രിയാകട്ടെ ദേശീയ രാഷ്ട്രീയം വിട്ട് സഹകരണ മേഖല ഉൾപ്പെടെയുള്ള വിഷയങ്ങൾക്കാണ് പ്രാധാന്യം നൽകുന്നത്. പ്രധാനമന്ത്രി ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്ക് അതേ നാണയത്തിൽ തന്നെയാണ് പിണറായി വിജയൻ തിരിച്ചടിക്കുന്നത്. കൊണ്ടും കൊടുത്തും പ്രസംഗവേദികളിൽ ചൂട് കൂടുകയാണ്. പലതവണ കേരളത്തിലെത്തിയ പ്രധാനമന്ത്രിയുടെ കഴിഞ്ഞ ദിവസത്തെ പ്രചരണ പരിപാടിയിലും കരുവന്നൂരും കരിമണലും സ്വർണ്ണക്കള്ളക്കടത്തും ചർച്ചയാക്കി. കരുവന്നൂരിലെ സഹകാരികളുടെ വോട്ട് ലക്ഷ്യമിട്ട് അല്പമൊന്ന് മുന്നോട്ട് കടന്ന് EDയെ സംരക്ഷിച്ച് കയ്യടി നേടി. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ED പിടിച്ചെടുത്ത തുക നിക്ഷേപകർക്ക് തിരികെ നൽകുമെന്നായിരുന്നു പ്രധാനമന്ത്രിയുടെ ഉറപ്പ്. ഒന്നുകൂടി വോട്ടുറപ്പിക്കാൻ സ്വർണ്ണക്കടത്തിലെ മുഖ്യമന്ത്രിയുടെ പങ്കും CMRL മാസപ്പടിയുമായി ബന്ധപ്പെട്ട ED നടത്തുന്ന അന്വേഷണവും ആയുധമാക്കി. करुवन्नूर कोऑपरेटिव बैंक स्कैम लेप की लूट का एक ऐसा उदाहरण है, हर कोई जिससे परेशान है. जिस बैंक में गरीबों ने, मध्यम वर्ग ने अपनी मेहनत के सैकड़ों करोड़ रुपए जमा किए थे, उस बैंक को CPM के लोगों ने पूरी तरह लूट कर कंगाल कर दिया. തെരഞ്ഞെടുപ്പ് പ്രചരണ വേദികളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നൽകുന്ന ചൂടൻ മറുപടികളും ശ്രദ്ധേയമാവുകയാണ്. കേരളത്തിൽ മാത്രമല്ല രാജ്യമൊട്ടാകെ EDയുടെ വേട്ട തുടരുകയാണ്. കരുവന്നൂരിലെ തട്ടിപ്പുകാരെ സംരക്ഷിക്കില്ല എന്ന ഉറപ്പാണ് തൃശ്ശൂരിലെത്തിയപ്പോൾ മുഖ്യമന്ത്രി നൽകിയത്. സർക്കാരിന് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാക്കി കഴുത്തുഞ്ഞിരിക്കാനാണ് കേന്ദ്ര ശ്രമമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കേരളത്തിലെ സഹകരണ മേഖലയോട് BJPക്ക് അതിൻ്റേതായൊരു നിലപാടുണ്ട്. കേരളത്തെ തകർക്കുക എന്ന നിലപാടിൻ്റെ ഭാഗം തന്നെയാണ്. എന്തുകൊണ്ടോ ഒരു കടുത്ത
വിരോധപരമായ സമീപനമാണ് കേരളത്തോട് BJP സ്വീകരിച്ചു വരുന്നത്. ആ വഴിതെറ്റിയ നിലപാട് സ്വീകരിക്കുന്നവരോട് ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും വകുപ്പിന്റെ ഭാഗത്തു നിന്നോ സർക്കാരിന്റെ ഭാഗത്തു നിന്നോ ഉണ്ടാകാറില്ല. എല്ലാ ഘട്ടത്തും എല്ലാ കാലത്തും അത്തരം വഴി തെറ്റിപ്പോകുന്നവർക്കെതിരെയുള്ള കടുത്ത നടപടിയിലേക്ക് വകുപ്പ് കടന്നിട്ടുണ്ട് എന്ന് കാണാൻ കഴിയും. വിവാദ വിഷയങ്ങളിൽ ഇടപെടാതെ പതുങ്ങിയിരുന്ന് മുഖം രക്ഷിക്കാനാണ് കോൺഗ്രസ് ശ്രമം. BJPയും CPMും പരസ്യമായി ഏറ്റുമുട്ടുമ്പോൾ ഫലം തങ്ങൾക്ക് കിട്ടുമെന്ന പ്രതീക്ഷയും കോൺഗ്രസിനുണ്ട്. എന്നാൽ കേരളത്തിലെത്തിയ രാഹുൽ ഗാന്ധിയാകട്ടെ മോദിക്കൊപ്പം സംസ്ഥാന സർക്കാരിനെയും കണക്കിന് വിമർശിക്കുന്നു. വരും ദിവസങ്ങളിൽ കൂടുതൽ ദേശീയ നേതാക്കളെത്തുമ്പോൾ വാദപ്രതിവാദങ്ങൾ കൂടുതൽ ശക്തി പ്രാപിക്കാനാണ് സാധ്യത. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം. KK ശൈലജ സൈബർ ആക്രമണം നേരിട്ടിരുന്നു. വടകരയിലെ LDF സ്ഥാനാർത്ഥിയാണ് അവർ. ഈ സൈബർ ആക്രമണത്തെ തള്ളിപ്പറയാണ് ഇപ്പോൾ രമേശ് ചെന്നിത്തല. സൈബർ ആക്രമണത്തോട് ഒരു തരത്തിലും യോജിക്കുന്നില്ല എന്ന് അദ്ദേഹം പറയുന്നു. തങ്ങൾ അങ്ങനെ ചെയ്യാറില്ല. വ്യക്തിപരമായ അധിക്ഷേപങ്ങൾ ഒഴിവാക്കണമെന്നാണ് പാർട്ടിയുടെ നിലപാടെന്ന് അദ്ദേഹം എടുത്തുകാട്ടുകയാണ്. എന്നാൽ അതിന്റെ പേര് പറഞ്ഞ് സിമ്പതി നേടാനാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നുവെന്നും ചെന്നിത്തല കൂട്ടിച്ചേർത്തു. ഞങ്ങൾ അതിനോട് യോജിക്കുന്നില്ല. ഒരു സ്ഥാനാർത്ഥിയെ പറ്റിയും സൈബർ ഇടങ്ങളിൽ ആക്ഷേപങ്ങൾ, വ്യക്തിപരമായ ആക്ഷേപങ്ങൾ ചൊല്ലുന്നതിനോട് കോൺഗ്രസിനോ UDFനോ ഒരു താല്പര്യവുമില്ല. ഞങ്ങൾ അങ്ങനെ ചെയ്യാറുമില്ല. സാധാരണഗതിയിൽ ഞങ്ങൾക്കൊക്കെ എതിരായിട്ടാണ് സൈബർ ഗുണ്ടകൾ ഇത്തരം അക്രമങ്ങൾ നടക്കുന്നത്. അതിനെയും ആര് നടത്തിയാലും അത് ശരിയല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അത് ആരാ കൊടുക്കുന്നതെന്നുള്ളത് കണ്ടുപിടിക്കട്ടെ, അവർ കേസ് കൊടുക്കാമല്ലോ അങ്ങനെ ഉണ്ടെങ്കിൽ. അപ്പം അതിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് സിമ്പതി പരാജയപ്പെടുമ്പോൾ അതിൻ്റെ പേര് പറഞ്ഞ് സിമ്പതി നേടാനുള്ള ശ്രമമാണോ എന്നുകൂടി പരിശോധിക്കേണ്ടി വരും. ഒരു സിനിമ അത് ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ വലിയ ചർച്ചാ വിഷയമായിരുന്നു. അതായത് കേരള സ്റ്റോറി. ഈ സിനിമയുടെ പ്രദർശനം തടയില്ല എന്ന് ഹൈക്കോടതി നിലപാട് അറിയിച്ച തെരഞ്ഞെടുപ്പ് കമ്മീഷനിലേക്ക് ഇക്കാര്യത്തിൽ പരാതി പോയിരുന്നു. അതിനാണ് ഇപ്പോൾ ഹൈക്കോടതിയെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലപാട് അറിയിച്ചിരിക്കുന്നത്. 2023 മെയ് മാസം സിനിമ റിലീസ് ചെയ്തതാണ്. നിലവിൽ യൂട്യൂബിലും OTTകളിലും സിനിമ ആർക്കും കാണാൻ കഴിയും എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നു. രാഷ്ട്രീയ നേതാക്കളുടെയും സ്ഥാനാർത്ഥികളെയും ജീവചരിത്രം പറയുന്ന പ്രീ റിലീസ് ചെയ്ത സിനിമകളുമായി ബന്ധപ്പെട്ട പരാതികൾ കമ്മീഷൻ മുൻകാലങ്ങളിൽ പരിഗണിച്ചിട്ടുണ്ട്. ഇത് കേരള സ്റ്റോറി അത്തരമൊരു പരിധിയിൽ പെടുന്നില്ല. അതിനാൽ കേസിൽ ഇടപെടാനാകില്ലെന്നും കമ്മീഷൻ കോടതിയെ അറിയിക്കുകയായിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തു വരുമ്പോൾ ഓരോരുത്തരും ഓരോ നിലപാട് വ്യക്തമാക്കും. ഓരോ മത, സാമൂഹിക, സാംസ്കാരിക സംഘടനകളൊക്കെ അവരുടെ നിലപാട് വ്യക്തമാക്കും. ഇപ്പോൾ പെന്തക്കോസ്ത് സഭാ കൂട്ടായ്മയാണ് ഒരു നിലപാടുമായി മുന്നിട്ടിറങ്ങിയിരിക്കുന്നത്. പത്തനംതിട്ടയിലെ പെന്തക്കോസ്ത് സഭാ കൂട്ടായ്മയാണ് ഇത് പറയുന്നത്. സഭയെ സഹായിച്ച ഇടത് സ്ഥാനാർത്ഥിക്കൊപ്പം നിൽക്കുമെന്നാണ് പെന്തക്കോസ്ത് സിനഡ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ബാബു വറിയത്തുകാട്ടിൽ പറഞ്ഞത്. എല്ലാ മുന്നണികളും സഹായിച്ചിട്ടുണ്ട്. എന്നാൽ കൂടുതൽ സഹായിച്ചത് ഇടതുപക്ഷമാണെന്ന് പെന്തക്കോസ്ത് സഭ നിലപാട് അറിയിച്ചു. ഒപ്പം പത്തനംതിട്ട UDF സ്ഥാനാർത്ഥി ആന്റണിക്കെതിരെ രൂക്ഷ വിമർശനവും ഉന്നയിച്ചു. തങ്ങളുടെ പുരോഹിതന്മാരും വിശ്വാസികളും മർദ്ദിക്കപ്പെടുമ്പോഴും MP പാർലമെന്റിൽ ഒരക്ഷരം വേണ്ടിയിട്ടില്ലെന്നാണ് ആരോപണം. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട്. എന്നാൽ ഇടതുപക്ഷം അല്പം കൂടെ ഞങ്ങളെ ആ കാര്യങ്ങളിൽ ഞങ്ങൾക്ക് പരിഗണന തന്ന് ഞങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ടുള്ള ഞങ്ങൾക്ക് പിന്തുണ നൽകിയിട്ടുണ്ട്. ഞങ്ങൾക്കറിയാം മണിപ്പൂർ വിഷയം ഉണ്ടായപ്പോൾ പാർലമെൻറ്റ്, പത്തനംതിട്ട പോലുള്ള പാർലമെൻറ്റ് സംവിധാനത്തിൽ മത്സരിച്ച് ജയിച്ചിരുന്നതായ പ്രിയപ്പെട്ടവർ MP ഉൾപ്പെടെയുള്ളവർ പാർലമെൻറ്റിൽ ഒരു കാര്യം പോലും ഉന്നയിച്ചില്ല എന്നുള്ളത് ഒരു ദുഃഖസത്യമായിട്ട് നിലകൊള്ളുക. അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് വളരെ നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പാണ്. പത്തനംതിട്ടയിൽ 1,10,000 വോട്ടുകളുണ്ട്. ജയപരാജയം തീരുമാനിക്കാനുള്ള കരുത്ത് തങ്ങൾക്കുണ്ടെന്നും സംഘടിതരായി മാറിയെന്നും പെന്തക്കോസ്ത് സിനഡ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ബാബു വിറയത്തുകാട്ടിൽ പറഞ്ഞു. അതേസമയം വരുന്ന തെരഞ്ഞെടുപ്പുകളും തങ്ങൾ ഗൗരവത്തോടെയാണ് നോക്കിക്കാണുന്നതെന്നും 20 ലക്ഷത്തിലധികം വരുന്ന വിശ്വാസികൾ ചേർന്ന് വർഗീയ ശക്തികളെ പരാജയപ്പെടുത്തുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. കേരള വിഷൻ ന്യൂസ്, പത്തനംതിട്ട. തെരഞ്ഞെടുപ്പ് പ്രചാരണം നമുക്ക് നേരിട്ടറിയാം. ഈ വാഹനത്തിന് പിന്നാലെ പോകാം. പത്തനംതിട്ട മണ്ഡലത്തിലേക്കാണ് ഈ വാഹനം എത്തി നിൽക്കുന്നത്. ഇവിടെ പ്രചാരണം ശക്തമാക്കി സ്ഥാനാർത്ഥികൾ നിൽക്കുകയാണ്. മണ്ഡലത്തിലെ ഗ്രാമപ്രദേശങ്ങളിൽ നേരിട്ടെത്തിയാണ് സ്ഥാനാർത്ഥികൾ വോട്ട് അഭ്യർത്ഥിക്കുന്നത്.
LDF സ്ഥാനാർത്ഥി തോമസ് ഐസക് വിഷുദിനത്തിൽ കോഴഞ്ചേരി ചുങ്കപ്പാറയിൽ നിന്നും ആരംഭിച്ച് എഴുമറ്റൂർ, വായ്പൂരം തുടങ്ങിയ വിവിധ സ്ഥലങ്ങളിലെത്തി വോട്ട് അഭ്യർത്ഥിച്ചു. തുടർന്ന് ഇന്നലെ കാഞ്ഞിരപ്പള്ളിയുടെ ഗ്രാമപ്രദേശങ്ങളിലായിരുന്നു പ്രചാരണം. UDF സ്ഥാനാർത്ഥി ആന്റോ ആന്റണി കോന്നി മണ്ഡലത്തിലും റാന്നിയുടെ ഉൾപ്രദേശങ്ങളിലുമായിരുന്നു ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത്. ഓരോ ബൂത്ത് കമ്മിറ്റികളെയും ഭാരവാഹികളെയും നേരിൽ കണ്ട് പ്രചാരണ പരിപാടികൾ വിലയിരുത്തുകയും ചെയ്തു. NDA സ്ഥാനാർത്ഥി അനിൽ കെ ആന്റണി തിരുവല്ലയുടെ ഉൾപ്രദേശവും റാന്നിയുടെ കിഴക്കൻ മേഖലകളിലും വോട്ടഭ്യർത്ഥിച്ചു. പെരുന്നാട്, ലാഹ, അട്ടത്തോട് ആദിവാസി കോളനികൾ, നാരായണൻതോട് തുടങ്ങിയ ഗ്രാമപ്രദേശങ്ങളിലെ വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ടഭ്യർത്ഥിക്കുകയും ചെയ്തു. കോന്നിയുടെ മലയോര പ്രദേശങ്ങളിലും അദ്ദേഹം എത്തി. കേരള വിഷൻ ന്യൂസ്, പത്തനംതിട്ട. തെരഞ്ഞെടുപ്പിനുള്ള ജനങ്ങളുടെ പ്രതികരണം കേൾക്കാനിരിക്കുന്നതേയുള്ളൂ, കാണാനിരിക്കുന്നതേയുള്ളൂ. ഇടവേളയ്ക്ക് ശേഷം വോട്ടെടുപ്പ് നാൾ ഇനി അടുത്തെത്തുമ്പോൾ എന്തൊക്കെയാണ് നാട്ടുകാർക്ക് പറയാനുള്ളത്, വോട്ടർമാർക്ക് പറയാനുള്ളത് കേൾക്കാം. എന്തായാലും രാഹുൽ ഗാന്ധിയുടെ കാര്യത്തിലേക്കാണ് വരുന്നത്. വയനാട്ടിലെ സ്ഥാനാർത്ഥിയാണ് രാഹുൽ ഗാന്ധി. അദ്ദേഹം റോഡ് ഷോ നടത്തി ജനങ്ങളെ ഇളക്കി മറിക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. എന്തായാലും രാഹുൽ 5 ലക്ഷത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് വിജയിക്കുമെന്നാണ് വയനാട്ടിലെ വോട്ടർമാർ പറയുന്നത്. രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകും. പ്രചാരണം ഗ്രാമീണ മേഖലയിലേക്ക് കൂടി വ്യാപിപ്പിച്ചത് വലിയ ഗുണം ചെയ്യും. ഇടതുപക്ഷ അനുകൂലികൾ പോലും രാഹുലിന് അനുകൂലമായി വോട്ട് ചെയ്യും. ഇങ്ങനെ പോകുന്നവരുടെ പരാമർശം. മറ്റൊന്ന്, ഗണപതി വട്ടം പരാമർശം കെ സുരേന്ദ്രന് തിരിച്ചടിയാകുമെന്നും രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോ കാണാനെത്തിയവർ പറയുകയാണ്. വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോ വലിയ ജന പങ്കാളിത്തത്തോടു കൂടിയാണ് നടന്നത്. ആ റോഡ് ഷോയിൽ പങ്കെടുക്കാനെത്തിയ UDF പ്രവർത്തകരുണ്ട്. അവർ രാഹുൽ ഗാന്ധി ഇത്തവണ പ്രധാനമന്ത്രിയാകുമോ, ഒപ്പം തന്നെ എത്രയാണ് ഭൂരിപക്ഷം, ഒപ്പം ആനി രാജയുടെയും കെ സുരേന്ദ്രന്റെയും സാന്നിധ്യം, അതേക്കുറിച്ച് എങ്ങനെയാണ് ഇവർ പ്രതികരിക്കുന്നത് എന്നാണ് ഇന്ന് കേരള വിഷൻ ന്യൂസ് പരിശോധിക്കുന്നത്. ഇവിടെ ആദ്യം വനിതാ വോട്ടർമാരുണ്ട്. രാഹുൽ ഗാന്ധിക്ക് ലഭിച്ച ഈ സ്വീകരണത്തെ എങ്ങനെയാണ് കാണുന്നത്? രാഹുൽ ഗാന്ധിൻ്റെ ഈ സ്വീകരണം വളരെ സന്തോഷമുള്ളതാണ്. കാരണം ഞങ്ങൾ മലയോര മേഖലയിലേക്ക് രാഹുൽ ഗാന്ധിൻ്റെ ഈ വരവ് തന്നെ എല്ലാവർക്കും നല്ല ആവേശമുള്ള ഒരു കാര്യമാണ്. പിന്നെ മാക്സിമം രാഹുൽ ഗാന്ധിനെ വമ്പിച്ച ഭൂരിപക്ഷത്തോടു കൂടി, കഴിഞ്ഞ പ്രാവശ്യത്തിലും കൂടുതൽ ഭൂരിപക്ഷത്തോടു കൂടി വിജയിപ്പിക്കണമെന്നാണ് എല്ലാവർക്കും ഉള്ള ആഗ്രഹം. ഈ ഗ്രാമപ്രദേശങ്ങളിലേക്ക് രാഹുൽ ഗാന്ധി വരുമെന്ന് കരുതിയിരുന്നു? ഒരിക്കലും പ്രതീക്ഷയില്ല. പക്ഷേ ഇപ്പോൾ രാഹുൽ ഗാന്ധി ഇവിടേക്ക് വന്നത് നല്ല സന്തോഷമുണ്ട് എല്ലാവർക്കും. ഇവിടെ ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ടീഷർട്ട് അണിഞ്ഞ ഒരു വോട്ടറുണ്ട്. രാഹുൽ ഗാന്ധിയോട് അത്ര ഇഷ്ടമാണോ? രാഹുൽ ഗാന്ധി അത്ര ഇഷ്ടമാണ്. എങ്ങനെയാണ് ഈ വരവിനെ കാണുന്നത്? ഈ വരവ് 100% വിജയത്തിലേക്കുള്ളൊരു വരവ് തന്നെയാണ് എൻ്റെ. അല്ല, രാഹുൽ ഗാന്ധി എന്തായാലും വയനാട് പോലൊരു മണ്ഡലത്തിൽ വിജയിക്കും. അത് എങ്ങനെയുള്ള വിജയമായിരിക്കും? അത് കഴിഞ്ഞ പ്രാവശ്യത്തിനാട്ടിലും 5 ലക്ഷത്തിൻ്റെ മുകളിൽ പോകുന്നതാണ് നമ്മളതിൽ. എന്നുവെച്ചാൽ മറ്റുള്ള സുരേന്ദ്രൻ്റെ പ്രസ്താവനയും മറ്റുള്ളവരുടെ പ്രസ്താവനയായിട്ട് നോക്കുമ്പോൾ രാഹുൽ ഗാന്ധി ഇവിടെ കണ്ടമാനം വികസനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. പല ആംബുലൻസ് ആയിട്ടും നമ്മളെ സ്കൂളിന് ബിൽഡിങ്ങുകളായിട്ടും പലതും കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഗുണം ചെയ്യും. ഓ, അത് ഗുണം ചെയ്യും. ഈ ഗണപതി വട്ടം എന്ന് സുരേന്ദ്രൻ പറഞ്ഞതൊക്കെ തിരിച്ചടിയാവോ സുരേന്ദ്രന്? സുരേന്ദ്രന് തിരിച്ചടിയാവും. രാഹുലിന് അനുകൂലമായി വരും എന്നാണ് ഉള്ള കാഴ്ചപ്പാട്. പിന്നെ ഇപ്പോൾ രാജ്യം നേരിടുന്ന മെയിൻ പ്രശ്നമാണ് വർഗീയത. എല്ലാവരെയും ഓരോരോ വിഭാഗങ്ങളാക്കി വർഗീയ ചേരികളാക്കി തിരിക്കണ മോദിക്കുള്ള തിരിച്ചടിയാകും ഈ ഇലക്ഷൻ എന്നാണ് അഭിപ്രായം. പക്ഷേ രാഹുൽ ഗാന്ധി BJP എതിരിടാൻ ഈ വയനാട്ടിൽ വന്ന് മത്സരിച്ചുകൊണ്ട് കാര്യമില്ല, ഉത്തരേന്ത്യയിൽ മത്സരിക്കണം എന്നാണ് ഇടതുപക്ഷ അടക്കമുള്ളവർ പറയുന്നത്. ഉത്തരേന്ത്യയിൽ രാഹുൽ ഗാന്ധി നല്ല ആൾക്കാരെ തന്നെ അതിൻ്റെ പ്രസിഡന്റിനെ പോലത്തെ നല്ല ആൾക്കാരെ തന്നെ അവിടെ വെച്ചിട്ടുണ്ട്. രാഹുൽ ഗാന്ധിയുടെ ഈ ഇവിടെ കേരളത്തിലുള്ള മത്സരം വളരെയധികം UDFന് ഗുണം ചെയ്യും. അതുതന്നെ ഇന്ത്യ മുന്നണിക്കും ഗുണം ചെയ്യും. എന്തായാലും ഒരു ചായക്കടയുണ്ട്. ആ ചായക്കടയുടെ അകത്തേക്ക് നമുക്ക് പോയി നോക്കാം. ഇവരൊക്കെ രാഹുൽ ഗാന്ധിയെ കാണാനായി ഒക്കെ എത്തിയവരാണ്. നന്നായി വേർത്തുമല്ലേ രാഹുൽ ഗാന്ധിയെ കാണാൻ വന്നിട്ട്? അതെ അതെ. എങ്ങനെ ഉണ്ടായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ഈ ഒരു പ്രചരണം? അദ്ദേഹം ഈ ഗ്രാമീണ മേഖലയാണ് ഇത്തവണ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അദ്ദേഹത്തിന് ഗ്രാമീണത്തിൽ വളരെ സന്തോഷമുണ്ട്. അദ്ദേഹത്തിൻ്റെ യാത്രയിൽ നേരിട്ട് കാണാൻ പറ്റിയെന്നുള്ള സന്തോഷമുണ്ട്. കൂടുതൽ ജനങ്ങൾ അദ്ദേഹത്തെ ആകർഷിക്കാൻ ഈ യാത്ര സഹായകമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അദ്ദേഹം തന്നെ മുൻപിച്ച ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. പഴയ കോൺഗ്രസ് പ്രവർത്തകനാണെന്ന് തോന്നുന്നു അല്ലേ?
എന്താ പ്രതീക്ഷ എന്താ? പ്രതീക്ഷ കഴിഞ്ഞ ഭൂരിപക്ഷത്തിന് രാഹുൽ ഗാന്ധി ഇവിടെ ജയിക്കും വയനാട് ജില്ലയിൽ. യാതൊരു സംശയമില്ല. 4 ആവുന്നുള്ള പ്രതീക്ഷ നമുക്കില്ല. കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ ആളുകൾ നല്ലവണ്ണം പങ്കെടുത്തിട്ടുണ്ട്. നല്ല വിജയശതമാനം തന്നെയാണ് കൂടാൻ സാധ്യത കൂടും. ഏകദേശം എത്രയാണ് ഭൂരിപക്ഷം പ്രതീക്ഷിക്കുന്നത്? ഭൂരിപക്ഷം കഴിഞ്ഞ പ്രാവശ്യത്തെക്കാട്ടിയും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു 6 ലക്ഷത്തും ഒരു 5 ലക്ഷം കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടല്ലോ. പ്രാവശ്യം അതിൽ മേലെ കിടക്കുന്നതാണ് നമ്മളെ അഭിപ്രായം. 6 ലക്ഷത്തിൻ്റെ അടുത്ത വിഷയം. കാരണം നമുക്കും ഈ രാഹുൽ ഗാന്ധി പറഞ്ഞ വ്യക്തിനെ നേരിൽ കാണാൻ വേണ്ടി ഒരുപാട് ആഗ്രഹിച്ച വ്യക്തിയാണ് ഞാൻ. അപ്പോൾ ഇന്ന് നമ്മൾ കൊടിയത്തൂർ മണ്ണിൽ ഇത് ആദ്യമായിട്ട് കാലുകുത്തിയപ്പോൾ ഇവിടെ 7 മണിക്ക് വന്ന് കാത്തു നിൽക്കൽ തുടങ്ങി ഇയാളെ കാണാൻ വേണ്ടി. പക്ഷേ രാഹുൽ ഗാന്ധി 9:30-10 മണിക്ക് എത്തുന്നാണ് പറഞ്ഞത്. പക്ഷേ നമ്മൾ വൻ ജനാവലിയാണ്. അപ്പോൾ നമുക്ക് കാണാൻ പറ്റൂല എന്നുള്ളൊരു ഇത്. അപ്പോൾ നമ്മൾ ഈ തിക്കിനും തിരക്കിനും ഇടയിൽ മുന്നിൽ ചാടി കയറി ഇത് കണ്ട് വ്യക്തി വളരെ ഉഷാറായിട്ട് ഇവിടുന്ന് സംസാരിച്ചു. അയാളെ കണ്ടതിൽ ഭയങ്കര ഒരുപാട് കാലമായിട്ട് ആഗ്രഹിച്ച ഇതാണ്. അത് നമുക്ക് കാണാൻ പറ്റി. അതെന്നെ വലിയൊരു സന്തോഷമാണ്. ഏതായാലും വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കട്ടെ. ഒരു ഭാവി നമ്മളെ ഒരു പ്രധാനമന്ത്രിയായി കാണാൻ ഒരുപാട് ആഗ്രഹിച്ച നമ്മൾ അതിനു വേണ്ടി നമ്മൾ ദൈവത്തിനോട് അള്ളാഹുവിനോട് മുസൽമാനാണ് ഞാൻ. അതൊന്നുമില്ല. നമുക്ക് ഈ വർഗീയത ഇവിടെ ഇങ്ങനെ നമ്മളെ ഇന്ത്യയിൽ ഇപ്പോൾ ഒരുപാട് മോഡി സർക്കാർ ഇതിങ്ങനെ വർഗീയ കുത്തി വെച്ചിട്ട് പല മത വിഭാഗക്കാരുണ്ടല്ലോ അവിടെ. ഓരോരുത്തരെയും ഹിന്ദുസിനെ മറ്റവരെയും വർഗീയത കുത്തിവെച്ചിട്ട് അവരെ ഇത് ചെയ്യിക്കുകയാണ്. അപ്പോൾ ശരിക്കും നമ്മൾ ഈ ഇന്ത്യയിൽ അങ്ങനത്തെ ഒരു വർഗീയത വിഷയങ്ങളൊന്നുമില്ല. ഞാൻ അഭിപ്രായം ഒന്നും പറയുന്നില്ല. നമ്മളെ കർഷകരാണ്. കർഷകർക്ക് ആര് ഭരിച്ചിട്ട് ഒരു കാര്യമില്ല. കാരണം അവരെ തറവല നിശ്ചയിച്ചിരുന്നു. നെല്ലിനായാലും കൊപ്പരക്കായാലും ഇന്ന് അവരെന്നെ അതിൽ പരാജയപ്പെട്ട് ഇന്നും ഞങ്ങൾ നെല്ല് കൊടുത്തവും പിന്നെ കൊപ്പര കൊടുത്തവും ഞങ്ങൾ പൈസ കിട്ടാൻ ബാക്കിയാണ്. രാഹുൽ ഗാന്ധി ജയിക്കേണ്ടെന്ന് ഞാൻ പറയില്ല. അത് വോട്ട് കഴിഞ്ഞ് ആരെണ്ണെന്നുള്ള അഭിപ്രായം ഞാൻ പറയില്ല. ഓക്കെ, വോട്ടർ അല്ലാത്ത ഒരാളെ ഇവിടെ കാണുന്നുണ്ട്. എങ്ങനെ രാഹുൽ ഗാന്ധിയുടെ ടീഷർട്ടൊക്കെയാണ് ഇട്ട്? രാഹുൽ ഗാന്ധിയെ കണ്ടോ? കണ്ട്. വോട്ടൊന്നും ഇല്ല, പക്ഷേ എന്താ രാഹുൽ ഗാന്ധിയെ കാണാൻ വന്നോ? കാണാൻ വന്നാ. എന്തായിരുന്നു ഫീലിംഗ്? തീരെ കാണാത്തോണ്ട് നല്ല ഒരു ടെൻഷൻ ഉണ്ടേനി. ടെൻഷനല്ല, സന്തോഷം. ഈ രാഹുൽ ഗാന്ധി ഇത്തവണ വളരെ സ്ട്രോങ് ആയ എതിർ സ്ഥാനാർത്ഥികളുണ്ട്, കഴിഞ്ഞ തവണത്തെ പോലെയല്ല. അപ്പോൾ എങ്ങനെയായിരിക്കും രാഹുലിന്റെ ഇത്തവണത്തെ വിജയം? എങ്ങനെ ഗാന്ധി എത്ര എതിർ സ്ഥാനാർത്ഥികളുണ്ടെങ്കിലും കഴിഞ്ഞ പ്രാവശ്യത്തേനേക്കാൾ കൂടുതൽ വമ്പിച്ച ഭൂരിപക്ഷത്തോടെ ഈ പ്രാവശ്യം വയനാട്ടിൽ നിന്ന് വിജയിക്കുന്നതാണ് പറയാനുള്ളത്. ഈ പ്രാവശ്യം 5 ലക്ഷത്തിന് മേലെ പോകും എന്തായാലും ഉറപ്പ്. എങ്ങനെ പ്രതീക്ഷിക്കുന്നത്? ഈ രാഹുൽ ഗാന്ധി ഇവിടെ ജയിച്ചതുകൊണ്ട്, പ്രത്യേകിച്ച് ഇടതുപക്ഷമൊക്കെ പറയുന്നത് രാഹുൽ ഗാന്ധി വയനാട് വന്നിട്ട് മത്സരിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു, കാരണം BJPയെ നേരിടുന്നത് അവരുടെ കേന്ദ്രത്തിലെന്നാണ്. അതിനെങ്ങനെയാണ് മറുപടി? അത് കഴിഞ്ഞ പ്രാവശ്യം എന്നത് ഭൂരിപക്ഷം ജയിച്ചാണ്. ജനങ്ങൾക്കറിയാം കോൺഗ്രസ് നേതൃത്വത്തിൽ ഒരു ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരണം എന്നുള്ളത് എല്ലാവർക്കും ബോധ്യപ്പെട്ട കാര്യമാണ്. കാരണം ഇപ്പോഴത്തെ ഭരണം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ജനങ്ങൾക്ക് എല്ലാ പ്രയാസങ്ങളറിയാം. കൂടുതൽ പറയുന്നില്ല. അതുകൊണ്ട് പിന്നെ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരുന്ന രാഹുൽ ഗാന്ധി ജയിക്കണം. അപ്പോൾ എല്ലാ ഇടതുപക്ഷ തലത്തിൻ്റെ ആൾക്കാർ വരെ രാഹുൽ ഗാന്ധിക്ക് അനുകൂലമായിട്ട് വോട്ട് ചെയ്യുന്നതാണ്. ഏതായാലും ഈ പ്രതികരണങ്ങൾ ഏകപക്ഷീയമായി പോയി എന്ന് കരുതരുത്. രാഹുൽ ഗാന്ധിക്ക് വേണ്ടി എല്ലാവരും സംസാരിച്ചു എന്ന് കരുതാം. ഒരുപക്ഷെ രാഹുൽ ഗാന്ധിയുടെ റാലി, റോഡ് ഷോ കാണാൻ വന്നവരാണ്. തീർച്ചയായും രാഹുൽ ഗാന്ധി അനുകൂലിക്കുന്നവരായിരിക്കും. അവരുടെ പ്രതികരണവും അതിന് അനുസരിച്ചായിരിക്കും. അങ്ങനെ കരുതിയാൽ മതി. നമുക്കിനി വോട്ട് പഞ്ചിലേക്ക് പോകാം. കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയുടെ വലിയൊരു പ്രതീക്ഷയാണ് അദ്ദേഹം പങ്കുവെക്കുന്നത്. കേന്ദ്രത്തിൽ ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തും എന്ന് അദ്ദേഹം പറയുന്നു. എല്ലാ സംസ്ഥാനങ്ങളിലും ഇന്ത്യ മുന്നണിക്ക് വലിയ മുന്നേറ്റമാണുള്ളത്. മറ്റൊന്ന്, 400 സീറ്റ് എന്ന മോദിയുടെ വാദം ഭയത്തിൽ നിന്നുണ്ടായതായെന്നും ചെന്നിത്തല തിരുവനന്തപുരത്ത് പറഞ്ഞു വെക്കുന്നു. ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യമാണ് നിലനിൽക്കുന്നത്. നരേന്ദ്രമോദിയെ താഴെ ഇറക്കി രാജ്യത്ത് ഒരു മതേതര ഗവൺമെന്റ് അധികാരത്തിൽ വരും. അത് പേടിച്ചിട്ടാണ് വടക്കേ ഇന്ത്യയിൽ നിന്ന് മാറി തെക്കേ ഇന്ത്യയിൽ പ്രധാനമന്ത്രി വലിയ തോതിലുള്ള പര്യടനം നടത്തുന്നു. പക്ഷേ തെക്കേ ഇന്ത്യയിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് ഒരു സീറ്റും കിട്ടാൻ പോകുന്നില്ല. ഇങ്ങനെ നോക്കുമ്പോൾ 400 സീറ്റ് എന്നുള്ളത് ഒരു മോഡിയുടെ ഭയത്തിൽ നിന്ന് ഉണ്ടായിട്ടുള്ള ഒരു ഉൽപ്പന്നമാണ്.
അങ്ങനെ അങ്കത്തട്ടിന്റെ ഈ ഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. അങ്കത്തട്ടുമായി വീണ്ടും എത്താം.